ഈ കാണുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് ഞാൻ ആക്രി കടയിൽ നിന്നും 50 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റുകളെല്ലാം പരിഹരിച്ച് നമ്മളിപ്പം ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഈ ഒരു BMS ബോർഡായിരുന്നു കംപ്ലൈൻ്റ് ആയത്. ബാറ്ററിക്കോ ബോർഡിനോ സ്പീക്കറൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും അത് പരിഹരിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് ഞാൻ ആക്രി കടയിൽ നിന്നും 50 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വീണ്ടും വർക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ തൊടുപുഴ ഇടവെട്ടിയിലുള്ള ആക്രിക്കടയിൽ നിന്ന് മേടിച്ചതാണ്. നിലവിലിപ്പം ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ്. ഫുള്ളായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നില്ല, ചാർജ് കുത്തിയാലും വർക്കാവില്ല. അപ്പോൾ ഇതുപോലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറിന് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറിന് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും അതൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറിനൊക്കെ കൂടുതലായിട്ടും വരുന്ന കംപ്ലൈൻറ്റ് ഇതിൻ്റെ ബാറ്ററി കുറേ നാൾ കഴിയുമ്പോൾ കംപ്ലൈൻറ്റ് ആവും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പ്ലേ ആകുന്ന സമയത്ത് ഓളിയും കൂട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഓഫായി പോകും, വീണ്ടും ഓണായി വരും, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ കാരണം ബാറ്ററി കംപ്ലൈൻറ്റ് ആയിട്ടാണ്. പിന്നെ ചിലതിൻ്റെയൊക്കെ ബോർഡ് കംപ്ലൈൻറ്റ് ആവാറുണ്ട്. അപ്പം ബോർഡ് കംപ്ലൈൻറ്റ് ആയാലും നമുക്ക് ഇതിനുള്ള ബോർഡുകൾ മേടിക്കാൻ കിട്ടും. 90 രൂപയ്ക്കാണ് ഇതിൻ്റെയൊക്കെ ബോർഡുകൾക്ക്. അതുപോലെ ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളൊക്കെ വർക്ക് ആകുന്നില്ലെങ്കിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ. അതുപോലെ ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ നമ്മൾ അഴിക്കാൻ നോക്കിയാൽ ഇതിൻ്റെ സ്ക്രൂ അങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ കാണില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു പുറമേയുള്ള ഈ ഒരു കവറിങ്, അതായത് ഈ ഒരു തുണിയുടെ ഈ സാധനം നമുക്ക് ആദ്യമേ കുത്തിപ്പൊക്കി എടുക്കണം. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ജലദോഷമായതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമേ ഒരു സൈഡ് ഇതുപോലെ എല്ലാം ചുറ്റിനും ഇങ്ങനെ പൊക്കിയെടുക്കുക. ഇനി ഇതുപോലെ ഇതിൻ്റെ മോൾ ഭാഗത്തും ഇതുപോലെ തുണി ഇങ്ങനെ മടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഇതും നേരിലേക്ക് ഇങ്ങനെ പൊക്കിയെടുത്തിങ്ങനെയാണ് ഇത് ഊരി വരുവുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ ഇതെല്ലാം കുത്തിപ്പൊക്കി എല്ലാം അടിച്ചെടുത്ത് നമുക്കൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് ഈ തുണിയെല്ലാം നമ്മൾ കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഊരിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല, അതുപോലെ തള്ളിയെടുത്താൽ മതി. പിന്നെ ചില ബ്ലൂടൂത്ത് സ്പീക്കറിനൊക്കെ പുറമെ ഇങ്ങനെ മെറ്റൽ ഗ്രില്ലായിരിക്കും വരുന്നത്. അപ്പോൾ അതാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും കുത്തിപ്പൊക്കി എടുക്കേണ്ടി വരും. ഇതിപ്പോൾ തുണി ആയതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ പുറമേ ഉണ്ടായിരുന്ന ആ ഒരു വല ഊരി കഴിയുമ്പം ഇതുപോലെ 4 സ്ക്രൂവിൻ്റെ ഹോള് കാണും. അപ്പോൾ ഈ ഒരു സ്ക്രൂ അഴിക്കണം നമുക്ക് ആദ്യമേ. അങ്ങനെ ഞാനിവിടെ 4 സ്ക്രൂവും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ്. ഉള്ളിലൊന്നും വലിയതായിട്ട് പൊടിയ കാര്യങ്ങളൊന്നുമില്ല. 2 സ്പീക്കറും ഒരു ബാറ്ററിയാണുള്ളത്. പിന്നെ മോൾ ഭാഗത്താണ് ഇതിൻ്റെ ബോർഡൊക്കെ വരുന്നത്. അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് അഴിച്ച് മാറ്റി നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം, എന്നിട്ട് വേണം കഴുകാൻ. ഇനി നമുക്കിതിൻ്റെ ബോർഡിൽ നിന്ന് ബാറ്ററിയും സ്പീക്കറും ഡിസ്കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ബാറ്ററി, സ്പീക്കർ, ബോർഡ് ഇത് മൂന്നും നമ്മൾ കഴുകുന്നില്ല, ഇത് അല്ലാതെ ക്ലീൻ ആക്കി എടുക്കുന്നേ ഉള്ളൂ. ഇതിലൊന്നും വലിയതായിട്ട് പൊടിയൊന്നുമില്ല. ബാക്കിയുള്ള എല്ലാ പാർട്ടുകളും നമുക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കഴുകിയ സാധനങ്ങൾ ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കുവാണ്, വെയിലില്ലാത്തതുകൊണ്ട് താമസമുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ ബോർഡ്, ബാറ്ററി, സ്പീക്കർ ഇതിൻ്റെ എന്തിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇത് ഓണാകാത്തതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ബ്ലൂടൂത്ത് സ്പീക്കറുകളുടെ ബോർഡിന് കംപ്ലൈൻറ്റ് പൊതുവേ കുറവാണ്. പിന്നെ കംപ്ലൈൻറ്റ് വന്നാലും ഇതിൻ്റെ ചാർജിങ് സോക്കറ്റൊക്കെ പൊട്ടി അടർന്ന് പോകുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലും വരാറുള്ളത്. പിന്നെ ചില ബോർഡുകളിലൊക്കെ പവർ ഓൺ ഓഫ് സ്വിച്ച് ആയിരിക്കും കംപ്ലൈൻറ്റ് ആവുന്നത്. അപ്പം ബ്ലൂടൂത്ത് സ്പീക്കർ ഓണാകാൻ വന്നാൽ ആദ്യമേ പവർ ഓൺ സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ട് ചാർജറും കൂടെ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. കൂടുതലും ബ്ലൂടൂത്ത് സ്പീക്കറുകളുടെ കംപ്ലൈൻറ്റ് ആവുന്നത് ബാറ്ററിയാണ്. അപ്പം ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ബാറ്ററി പാക്ക് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള കടകളിൽ മേടിക്കാൻ കിട്ടും. 160 രൂപയ്ക്കാണ് ഒരു ബാറ്ററിയുള്ള ഇങ്ങനത്തെ കണക്ടറൊക്കെ വരുന്ന ബാറ്ററിക്ക്. പിന്നെ 2 ബാറ്ററി വരുന്ന ടൈപ്പ് ബാറ്ററി പാക്ക് മേടിക്കാൻ കിട്ടും, അതിന് 240 രൂപയ്ക്കാണ്. അപ്പോൾ ഇവിടെയും നമ്മളെടുത്താകുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെയും ഈ ഒരു ബാറ്ററി കംപ്ലൈൻറ്റ് ആണാണ് ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഇത് ഓണാക്കിയാലും പ്രത്യേകിച്ച് യാതൊരു അനക്കവുമില്ല, ബോർഡ് ഓണാകുമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ചാർജർ കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ്, അപ്പം ചിലപ്പോൾ ബാറ്ററിക്ക് ചാർജ് ചെയ്യാനുള്ള ചാൻസൊക്കെ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്കിതിലേക്ക് ചാർജർ കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ബോർഡിൽ നിന്ന് ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ബോർഡ് ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഇതിൻ്റെ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് ഇത് ആദ്യമേ ഓണാകാഞ്ഞത്. ഇനി ഒന്നും കൂടി നമുക്കിതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. ചാർജിങ് ടൈമിൽ ഈ ഒരു ലൈറ്റിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകുന്നതാണ്. ഇപ്പം നിലവിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാനിവിടെ ഉറപ്പിച്ച് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കുന്നത്. അങ്ങനെ ഞാൻ ബാറ്ററി കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ബാറ്ററിക്ക് അല്ലായിരുന്നു പ്രശ്നം, ഇതിൻ്റെ BMS ബോർഡിനായിരുന്നു പ്രശ്നം. ഈ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തേക്കുന്ന കണക്ടറിൻ്റെ ഔട്ടിൽ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് 0.65 വോൾട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു ബാറ്ററിയുടെ മുകളിലുണ്ടായിരുന്ന ആ ഇൻസുലേഷൻ കവർ അത് ഞാൻ പൊളിച്ചെടുത്തു.
അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള ഒരു കവർ പൊളിച്ച് കഴിയുമ്പം ഉള്ളിൽ ഇതുപോലെ ബാറ്ററിയും ഒരു BMS ബോർഡും ഉണ്ട്. അപ്പോൾ എൻ്റെ ഇതിൽ ഈ ഒരു BMS ബോർഡായിരുന്നു കംപ്ലൈൻ്റ് ആയത്. ഞാൻ ലാസ്റ്റ് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബാറ്ററിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ഒരു BMS ബോർഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നെങ്കിൽ ആദ്യമേ ഈ ഒരു BMS ബോർഡിനാണോ ബാറ്ററിക്കാണോ കംപ്ലൈൻ്റ് എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംപ്ലൈൻ്റ് ഉള്ളത് മാത്രം മാറിയാൽ മതി. ഈ ഒരു BMS ബോർഡ് ഇപ്പോൾ ഇതിന് കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. ഇനി ബാറ്ററി മാത്രമാണ് ഡാമേജെങ്കിൽ ഈ ഒരു BMS കളയണ്ട, നമുക്ക് പുതിയ ബാറ്ററി മാത്രം മേടിച്ചാൽ മതി. ഈ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്ത BMS ബോർഡ് അതിൻ്റെ ഔട്ട് നമ്മൾ കുറച്ച് മുമ്പ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് 0.65 വോൾട്ട് അത്രയാണ് കാണിച്ചത്, അതായത് ഒരു വോൾട്ട് താഴെയാണ് കാണിച്ചത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇവിടെ 4 വോൾട്ടോളം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഇതിൻ്റെ BMS ആയിരുന്നു കംപ്ലൈൻറ്റ്. ഈ ഒരു ബാറ്ററിയിൽ പിടിപ്പിച്ച ഈ ഒരു BMS ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ട് ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് അത് കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടായിരുന്നു ബ്ലൂടൂത്ത് സ്പീക്കർ വർക്കായിരുന്നത്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു BMS ബോർഡ് ഇല്ലാതെ നമുക്ക് ഈ ഒരു ബാറ്ററി പോസിറ്റീവായിട്ട് നേരെ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, വേഗം ബാറ്ററി കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. BMS ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബാറ്ററി സേഫാണ്. ഇപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ പിടിപ്പിച്ചേക്കുന്ന ഈ ഒരു BMS ബോർഡ് ഇത് 1 ആമ്പിയറിൻ്റെ എന്തോ ആണ്. ഇപ്പോൾ ഫുൾ വോളിയത്തിലൊക്കെ പാട്ട് വെക്കുമ്പം ഈ ഒരു ബോർഡ് വേഗം കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഇത് അങ്ങനെ ആകാൻ കാരണം. ഇനി നമ്മൾ ഇതിനകത്ത് വെക്കാൻ പോകുന്നത് 3 ആമ്പിയറിൻ്റെ BMS ബോർഡാണ്. അപ്പോൾ ഈ ഒരു 3 ആമ്പിയറിൻ്റെ ബോർഡിന് 60 രൂപയും 1 ആമ്പിയറിൻ്റെ BMSന് 40 രൂപയാണ്. ഇങ്ങനത്തെ BMS ബോർഡ് ഓൺലൈനായിട്ടും അതുപോലെ ഷോപ്പുകളിൽ കിട്ടും. ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ കിട്ടുന്ന ഷോപ്പിൽ ചോദിച്ചാൽ മതി. 3.7 വോൾട്ടിൻ്റെ 1 ആമ്പിയർ BMS അല്ലെങ്കിൽ 3 ആമ്പിയർ BMS അങ്ങനെ പറഞ്ഞാൽ മതി. ഈ ഒരു ബോർഡിൻ്റെ ഔട്ടിൽ നമ്മൾ കൂടിയ ആമ്പിയറിലെ ലോഡൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 3 ആമ്പിയറിൻ്റെ BMS മേടിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ലൈറ്റുകളൊക്കെ അങ്ങനെയുള്ളതിനൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ 1 ആമ്പിയറിൻ്റെ BMS മതി. ഈ പച്ച കളറിൽ കാണുന്നതാണ് പഴയ BMS, റെഡ് നിറത്തിൽ കാണുന്നതാണ് പുതിയ BMS. ഈ 2 ബോർഡുകൾ തമ്മിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ ഇങ്ങനത്തെ BMS ഉപയോഗിക്കുന്നത് ബാറ്ററി ഓവർ ചാർജ്, ഓവർ ഡിസ്ചാർജ്, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ഇതിൽ നിന്നൊക്കെ ബാറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 2 സൈഡിലേക്ക് നീണ്ടു നിൽക്കുന്ന ഷീൽഡ് ബാറ്ററിയുടെ പോസിറ്റീവ് ഏരിയയിലേക്ക് കണക്ട് ചെയ്യുക. ബോർഡിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്നാണ് ബാറ്ററിയുടെ ഔട്ട് എടുക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള BMS ബോർഡിൽ കറക്റ്റായിട്ട് B+, B- എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പഴയ ബാറ്ററി കംപ്ലൈൻറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പഴയ ബാറ്ററി തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പഴയ ബാറ്ററിയിലേക്ക് പുതിയ BMS ബോർഡ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ ബാറ്ററിയിലേക്ക് പുതിയ BMS ബോർഡ് ഇതുപോലെ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോർഡിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഈ 2 പോയിൻറ്റ് P+, B-, ഇതിൽ നിന്നാണ് ഔട്ട് എടുക്കേണ്ടത്. ഔട്ടിനും ഇന്നിനും ഈ ഒരു സെയിം പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ പഴയ BMSൽ ഉണ്ടായിരുന്ന ആ ഒരു ബാറ്ററി കണക്ടർ, ആ ഒരു വയറിൻ്റെ പീസ് നമുക്ക് ഇതിലേക്ക് സോൾഡ് ചെയ്ത് പിടിപ്പിക്കുക. ഇനി അങ്ങനെ നമ്മൾ ഇതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം ഓൺ ആകുമോ. അങ്ങനെ നമ്മൾ ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കിയപ്പം ബോർഡ് ഓണായി വരുന്നുണ്ട്. നിലവിലിപ്പം ഞാൻ ഈ ഒരു ബാറ്ററി ചാർജിങ് ചെയ്തിട്ടില്ല, ബാറ്ററിക്ക് നല്ല ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പഴയ BMS കംപ്ലൈൻ്റ് ആയത് തന്നെയായിരുന്നു പ്രശ്നം. അങ്ങനെ അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് സ്പീക്കറും കൂടെ കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ എല്ലാം റീഫിറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ചാർജർ കൂടി കണക്ട് ചെയ്ത് നോക്കി, ചാർജിങ് കയറുന്നുണ്ട്. ചാർജിങ് ടൈമിൽ റെഡ് LED ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളായിരുന്നു, ഇതിൻ്റെ BMS ബോർഡായിരുന്നു കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ അത് നമ്മൾ മാറ്റി നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ കംപ്ലൈൻ്റ് ആയി കിടക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇത് അടിച്ച് നോക്കുക എന്തിനാണ് കംപ്ലൈൻ്റ് എന്ന്. മിക്കവാറും എല്ലാത്തിനും തന്നെ ബാറ്ററി ആയിരിക്കും കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. ഞാനിന്ന് അടിച്ചെടുത്ത ആ ഒരു ബാറ്ററിയിലുള്ള BMS ബോർഡ്, അങ്ങനെ BMS ബോർഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ BMS ബോർഡ് ആയിരിക്കും കംപ്ലൈൻറ്റ്. ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവില്ല ആ ഒരു BMS ബോർഡുള്ള ബാറ്ററി ആണെങ്കിൽ. അതുപോലെ കുറച്ചും കൂടെ വലിയ ബ്ലൂടൂത്ത് സ്പീക്കർ ആണെങ്കിൽ 2 ബാറ്ററി ആയിരിക്കും ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പഴയ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ നന്നാക്കി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഫേസ്ബുക്കിലേക്കോ ഈ ഒരു ഫേസ്ബുക്ക് പേജിലേക്കോ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള BMS ബോർഡൊക്കെ മാറി ഇതിൻ്റെ കംപ്ലൈൻറ്റെല്ലാം പരിഹരിച്ചപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ എല്ലാം റീഫിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ അത് അഴിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ട് ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ബാറ്ററി വോൾട്ട് എല്ലാം ഓക്കെ ആയിട്ടും ബോർഡ് ഓൺ ആയി വരുന്നെങ്കിൽ പവർ ഓൺ സ്വിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ബോർഡിലുള്ള ചില ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെയൊക്കെ സ്വിച്ചുകളായിരിക്കും കംപ്ലൈൻറ്റ് വരുന്നത്. അങ്ങനെ സ്വിച്ച് ഷോർട്ട് ചെയ്തിട്ടും ഓണായി വരുന്നില്ലെങ്കിൽ പിന്നെ ബോർഡ് ചെക്ക് ചെയ്യേണ്ടി വരും. ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെയൊക്കെ ബോർഡിന് കോമൺ ആയിട്ട് കംപ്ലൈൻറ്റ് കുറവാണ്. ഇനി അങ്ങനെ കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിലും പുതിയ ബോർഡുകൾ മേടിക്കാൻ കിട്ടും. ഈ കാണുന്ന ബോർഡുകൾ ഇതിനെല്ലാം 90 രൂപയാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ബോർഡുകൾ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ ഉപയോഗിക്കുന്ന 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. 2000 mAh ബാറ്ററിയൊക്കെ ആയിരിക്കും മിക്കതിലും. അതുപോലെ ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറിന് കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു കംപ്ലൈൻ്റ് ആണ് നമ്മൾ സൗണ്ടിലൊക്കെ പാട്ട് വെക്കുന്ന സമയത്ത് ഓഫായി പോയിട്ട് വീണ്ടും ഓൺ ആകുന്ന പ്രശ്നം. അത് ബാറ്ററി കംപ്ലൈൻറ്റ് തന്നെയാണ്. ഇപ്പം ബാറ്ററി മാത്രം മാറിയാൽ മതി. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കൂടുതൽ ബാക്കപ്പ് കിട്ടാനായിട്ട് ഒരേ സമയം 2 ബാറ്ററി കണക്ട് ചെയ്ത് പ്രവർത്തിക്കരുത്. പ്രവർത്തിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ കണക്ട് ചെയ്ത് ഈ ഒരു ബോർഡ് വഴി ചാർജ് ചെയ്യരുത്, ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകും. കൂടുതൽ ബാക്കപ്പ് കിട്ടാനാണെങ്കിൽ സിംഗിൾ ബാറ്ററി ഉപയോഗിച്ചാൽ മതി. സിംഗിൾ ബാറ്ററി മേടിക്കുന്ന സമയത്ത് mAh കൂടിയ ബാറ്ററി മേടിച്ചാൽ മതി. നല്ല ക്വാളിറ്റിയുള്ള 2000 mAh ബാറ്ററിക്ക് 107 രൂപയ്ക്കാവും.
അതിലും MAH കൂടിയ ബാറ്ററികളൊക്കെ മേടിക്കാനും കിട്ടും. അങ്ങനെ നമ്മൾ ഇന്നിവിടെ എടുത്ത ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഫിറ്റിംഗ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലുള്ള ഈ ഒരു നെറ്റ് ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് ലോക്കായിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആക്രി കടയിൽ നിന്ന് മേടിച്ച ആ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മളിപ്പോൾ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ആക്രി കടയിൽ നിന്നും 50 രൂപ കിട്ടിയതായിരുന്നു. ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇതിൽ ചെറിയൊരു BMS ബോർഡ് മാത്രമായിരുന്നു കംപ്ലയിൻ്റ് ആയിട്ടുള്ളൂ. അത് നമ്മൾ മാറ്റി ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇങ്ങനെ കംപ്ലയിൻ്റ് ആയ സാധനങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാതെ വേറെ ഒന്നും കൊണ്ടല്ല, കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. നോൺ കോപ്പി റൈറ്റ് ആയിട്ടുള്ള പാട്ടാണ് ഇതിനകത്ത് പ്ലേ ചെയ്യണമെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയൊരു സാധനം കിട്ടണം. അപ്പം ഞാൻ ഇതിനകത്ത് നോൺ കോപ്പി റൈറ്റ് ആയിട്ടുള്ള പാട്ട് ഉൾക്കൊള്ളിക്കുമ്പോഴും എനിക്ക് ഈ ഒരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിലും പാട്ടുകളൊന്നും വെച്ച് പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇങ്ങനെ കംപ്ലൈൻ്റ് ആയ സ്പീക്കറുകളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി.